ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർ റൂട്ട്സ്. നമ്മളെ ഊട്ടി കൊടനാട് ട്രിപ്പിലെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. പോണ വഴിയിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഫുള്ള് കാട്ടുപോത്താണ്. ഇത് കാട്ടുപോത്തല്ല, സാധാരണ അവിടുത്തെ പോത്താണ്, നമ്മളെ കാട്ടി എന്ന് പറയുന്നതല്ല. എന്നാലും ഇത് റൂട്ടിന് നടുവിൽ നിൽക്കുന്നതുകൊണ്ട് പോവാനൊരു പേടിച്ച് നിൽക്കുക. അത് ദൂരത്താണ് നമ്മൾ വീഡിയോ എടുത്തത്. രണ്ടും കൽപ്പിച്ചൊന്ന് പോയി നോക്കുക മുന്നോട്ട്. സൈഡില് നമ്മളെ മറ്റേ കാട്ടുപോത്ത് അല്ല, ഇവിടെ തന്നെ വൈൽഡ് അത് തന്നെയാണ്. പക്ഷെ സാധാ പോത്തും അല്ല, വലിയ കൊമ്പുള്ള ടൈപ്പ്. ഇത് ഊട്ടിയിൽ മാത്രം കാണുന്നതാന്ന് തോന്നുന്നത്. നമ്മൾ ഊട്ടി ടൗണിലൊന്നും എവിടെയും കറങ്ങാതെ നേരെ കൊടനാട് വെച്ച് പിടിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം ദോതപേട്ട വ്യൂ പോയിന്റ് കഴിഞ്ഞ് കൊടനാടേക്ക് പോണ വഴിയാണ്. അപ്പോൾ വഴിയിൽ ഈ ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാ. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ. തേയിലത്തോട്ടം, ദൂരെ വീടുകളും മലകൾ. ആ വീടുകളുണ്ടല്ലോ ഉള്ളിൽ അട്ടിയിട്ട് മാതിരി, എല്ലാം പല കളറുകളിലായിട്ട് നല്ല ഭംഗിയില്ല കാണാൻ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ തണുപ്പ് ഇപ്പം താഴെ നിൽക്കുമ്പോൾ അത്ര വലിയ തണുപ്പില്ലായിരുന്നു, പക്ഷെ ഇപ്പം തണുപ്പ് തന്നെ അങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പൊ കൊടനാടേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും. ഊട്ടിയുടെ ഔട്ടർ ഏരിയ ആണല്ലോ കൊടനാട്. ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററിന് മേലെ ഉണ്ട് കൊടനാട് എത്താൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ നമ്മൾ കൊടനാടാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ അടുക്ക് നമ്മൾ പോണ വഴിയിൽ നല്ല വ്യൂ ആണ്. ഈ റോഡിലെ റോഡ് മുഴുവൻ നല്ല ഭംഗിയുള്ള വ്യൂസ് ആയിട്ടാണ്. ഇത് നമ്മളവിടെ ഊട്ടിയിലെ ട്രഡീഷണൽ ആളുകളാണ്. ബഡുഗാസ് എന്ന് പറയും. എല്ലാവരും ഈ ഊട്ടിയിലെ മൊത്തം ബഡുഗാസിന്റെ ഒരു അമ്പലമുണ്ട്, അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കും. ഇന്ന് അവസാന ദിവസമാണെന്ന് പറഞ്ഞു അവിടെ ആളോട് ചോദിച്ചപ്പോൾ. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണിത്. കയ്യിലൊരു വടിയൊക്കെ ഉണ്ടല്ലേ. അപ്പം ഉത്സവം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവാന്ന് പറഞ്ഞത് ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു ഞങ്ങൾ. ഇതല്ല, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല മഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പായിട്ടുണ്ട്. കണ്ട കാണാൻ നല്ല മഞ്ഞ്, കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് കോടമഞ്ഞും അതിൻ്റെ ഉള്ളിലൂടെ സൂര്യപ്രകാശം വരുന്ന നല്ല ഭംഗിയില്ലേ കാണാൻ. സജനതായിരിക്കുന്ന തണുത്ത് വിറച്ചിട്ട് ഇരിക്കുക. നല്ല തണുപ്പായിട്ട് ഇപ്പോ. പിന്നെ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ സൂര്യപ്രകാശം വരുന്നത്, വൈകുന്നേരത്തെ സൂര്യന്റെ വെളിച്ചം. താഴെ വീടുകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള വീടുകളുണ്ടോ. അത്യാവശ്യം നല്ല വലിയ വലിയ വീടുകളാട്ടോ താഴെ കാണുന്നത്. അതൊക്കെ ഒരു 6 മണിക്കാകുമ്പോഴത്തേക്ക് എത്തുന്നത് വിചാരിക്കുന്നു കൊടനാട്. അവിടെ പോയിട്ട് വേണമെങ്കിൽ ഇപ്പൊ തപ്പി പിടിച്ച് കോട്ടേജിൽ പോകാൻ. അവിടെ നമ്മളിതുവരെ കൊടനാടൊന്നും സ്റ്റേ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കൊടനാട് സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ പോയിട്ടുണ്ടെങ്കിലും അവിടെ സ്റ്റേ ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടല്ലേ പോണ വഴിക്ക് നമ്മൾ കോത്തഗിരി കഴിഞ്ഞു കൊടനാടിലേക്കുള്ള വഴിയിലേക്ക് കയറിയതായിരുന്നു. കാട്ടുപോത്ത് അതാ നടുവിൽ നിൽക്കുന്ന, അതിനെ കണ്ടിട്ട് വിടുന്ന ഒറിജിനൽ കാട്ടുപോത്താണ് നിൽക്കുന്നത്. ഒരു ബൈക്കുകാർ അതിലേ പോയി, എന്തോ ധൈര്യത്തിലായിട്ട്. ഇവിടുത്തെ ലോക്കൽ ആളുകൾ ബസ് വന്നപ്പോൾ മൂപ്പര് സൈഡിലേക്ക് നിന്നു. അത് രണ്ടും കൽപ്പിച്ച് പോയി നോക്കാൻ വെക്കാം. ഒന്നും ചെയ്യില്ല, പാവങ്ങളത് ആ സൈഡിൽ നിൽക്കണ്ട. അതാ മേലെ ഉണ്ട് കേട്ടോ, 2-3 കാട്ടുപോത്തുണ്ട്. എന്തായാലും വലിയ സാധനം. നമ്മളിതാക്കാന് കൊടനാട് എത്തി തപ്പി പിടിച്ച് കോട്ടേജിലേക്ക് പോണ വഴിയാണ് കേട്ടോ ഇത്. മുന്നിലൊരു ചേട്ടൻ പോണുണ്ടല്ലേ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നാ കഥ പറഞ്ഞുതരാം. പിന്നെ ആ സൈഡിലേക്ക് പോണ കാട്ടിയുണ്ട്, ആ കാട്ടി അതാ മേലെ കയറി നിൽക്കുന്ന. ഇത് ഈ വഴിയിൽ നിൽക്കായിരുന്നു കാട്ടി. ആ മേലേക്ക് അതാ മേലെ ഫുള്ള് കാട്ടികളുണ്ട് തേയിലത്തോട്ടത്തില്. അത് ഈ വഴിയിൽ നിൽക്കായിരുന്നു ആ കാട്ടി. എന്നിട്ട് ആ ചേട്ടൻ അവിടെ ഞാൻ സഹായത്തിന് വിളിച്ചാണ് പോകാൻ വേണ്ടി. അപ്പൊ ആ ചേട്ടൻ വന്നിട്ട് ആ കാട്ടീനെ മുകളിൽ പായിപ്പിച്ചാണ്. ഇവിടെ റോഡ് പണി നടക്കുകയാണ്.
കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കോട്ടേജിലെത്തും. ഇനി തൊട്ട് മുന്നേ ഉള്ളൊരു ഹോം സ്റ്റേയിൽ ഞാൻ ആദ്യം റേറ്റ് വെച്ചതാണ്. ഭയങ്കര റേറ്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാ. ഇതാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന കോട്ടേജ്. നല്ല ഭംഗിയുള്ള ചെറിയൊരു കോട്ടേജാണ്. ഇവിടെ ഒരു ആൻറ്റിയും അങ്കിളും ഉണ്ട്. അവരെ വീട് തന്നെയാണ്. അപ്പൊ അതിലൊരു റൂമാണ് നമുക്ക് തന്നത്. നല്ല സൗകര്യം. അതിപ്പോ ഇന്ന് രാത്രിയാണ്. രാത്രി നല്ല തണുപ്പാട്ടോ അവിടെ. KTM ലോഡ്ജ് എന്നാട്ടോ, ഒരു KTM കോട്ടേജ്. ഞാനിപ്പോ വിറച്ചുകൊണ്ടായി വീഡിയോ എടുക്കുന്നത്. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാ. അപ്പൊ നമ്മൾ വന്ന ആ സ്ഥലങ്ങളാണല്ല ടൗണാണ് അത് കേട്ടോ. ചെറിയ ചെറിയ ടൗണുകളാണത്. ദൂരെ കാണുകയാണ് അതിന്റെ വിളിച്ച രാത്രി. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ നേരത്തെ എണീറ്റതാണ്. രാവിലെ എണീറ്റ് വരുന്നത് നല്ലൊരു പോസിറ്റീവ് വൈബാ. നല്ല കാം കൂൾ പ്ലേസ്. പിന്നെ എന്താ തേയിലത്തോട്ടം, നല്ല മഞ്ഞ്, നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ തന്നെ. ഉണ്ടോ നല്ല ഒരു സ്ഥലം. സജനതാ ദൂരതാ പോയി നിൽക്കുന്നത്, നടക്കാൻ പോയതാണെന്ന് തോന്നുന്നത്. നമ്മൾ ഈ കോട്ടേജ് നല്ലൊരു കോട്ടേജ് ആട്ടോ. നല്ല സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം. നമ്മളെ ടൗണിൽ നിന്നൊക്കെ ഉള്ള എല്ലാ റഷും തിരക്കും നിന്നൊക്കെ ഒറ്റപ്പെട്ടിട്ട് നല്ല സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഒരു ആംഗിള് ആൻറ്റി പറഞ്ഞാലും നല്ല കോപ്പറേറ്റീവ് ആണ്. അതല്ല നമ്മളെ റോസാപ്പൂവാണത്. റോസ് പൂ വള്ളി പോലെ വളർത്തിയിരിക്കുകയാണ് നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെ. ഒരു 2 ഫാമിലിക്ക് വന്നാൽ സുഖമായിട്ട് നിൽക്കാൻ പറ്റിയ 2 റൂമുണ്ട് ഇവിടെ. ഞാൻ ഇവരെ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് ദൂരെ കണ്ട ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള ചേട്ടനാണ് നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്തിരുന്നത് കേട്ടോ. ആ കാട്ടീനെ അവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടല്ലേ കോട്ടേജിന്റെ ബാക്ക് സൈഡിലെ താഴെ മുഴുവൻ കൃഷിയാണ്. അതായത് ക്യാബേജ് ഉണ്ട്, ഉള്ളിണ്ട്, കോളിഫ്ലവർ ഉണ്ട്, അതുപോലെ ഉരുളക്കിഴങ്ങ്. നമ്മളെ കോട്ടേജ് നല്ല സൂപ്പർ കോട്ടേജ് കേട്ടോ. ചെറിയൊരു കോട്ടേജ്, നല്ല റൂം, എല്ലാ സൗകര്യവും ഉണ്ട്. ഞങ്ങള് കൊടനാട് വ്യൂ പോയിന്റിലേക്ക് പോവാ, സൂര്യോദയം കാണാണ്ട്. അപ്പം വഴിയിലെത്തിയപ്പോൾ സൈഡിൽ കാട്ടില് 2 കാട്ടികൾ റെസ്റ്റ് ചെയ്യുന്നു. നല്ല വലിയ കാട്ടികളാട്ടോ. ഇപ്പൊ ഒന്ന് വന്ന സമയത്ത് മുഴുവൻ എല്ലാ സ്ഥലത്തും കാട്ടികളാണ് കാണുന്നത്. കാട്ടുപോത്ത്. ഞങ്ങൾ കൊടനാട് വ്യൂ പോയിന്റ് എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് എത്തിയപ്പോഴത്തേക്കും സൂര്യൻ ഉദിച്ചുപോയി. അപ്പൊ വ്യൂ പോയിന്റിലെ പോയില്ല, അവിടെ ആ വഴിയിൽ നിന്നുകാണ്ട് വീഡിയോ എടുക്കുക. ഇന്നത്തെ കൊടനാടിലെ സൂര്യോദയം. നല്ല തണുപ്പാണ് കേട്ടോ. ആ തണുപ്പായതുകൊണ്ട് ആ കടയിൽ ചായ കുടിക്കാൻ കയറിയതായിരുന്നു. അപ്പൊ ഒരു പാലിന്റെ പാക്കറ്റാണിത്. ഞാൻ ആദ്യം സംഭാരമാണെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ സംഭാരം മേടിക്കുന്ന വെച്ച് നോക്കിയവ. അപ്പൊ അത് 10 രൂപേന്റെ പാലിന്റെ പാക്കറ്റാണ്. ഇതാണ് കേട്ടോ നമ്മളെ കോട്ടേജിലെ ആന്റിയും അങ്കിളും കാർത്തികേയൻ സാറും വൈഫും. ഞങ്ങൾ കോട്ടേജെല്ലാം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി ചായ കുടിക്കാനാണ്. തൊട്ടടുത്തുള്ള കടയാണ്. ആ കോട്ടേജിന്റെ അവിടുത്തെ റോഡിലേക്ക് ഇറങ്ങുന്നതിനുള്ള കടയാണ്. അപ്പൊ രാവിലെ തന്നെ ചേട്ടൻ നമുക്ക് ദോശ ഉണ്ടാക്കി തരുന്നുണ്ട്. ഈ ചേട്ടനാട്ടോ നമുക്ക് അവിടുത്തെ കോട്ടേജിലെ നമ്പറൊക്കെ തന്നത്. ചേട്ടനും ചേച്ചിയും കൂടെ നടത്തുന്നത്. താഴെ തന്നെയാണ് അവരെ വീടും. സജനത വെയിറ്റ് ചെയ്തിരിക്കുന്ന ദോശക്ക്. അപ്പൊ ദോശ വന്നു, നല്ല സാമ്പാർ, 2 തരം ചമ്മന്തി, നല്ല ടേസ്റ്റുള്ള കറികളാട്ടോ. പിന്നെ ഈ കടയുടെ നേരെ താഴെ തന്നെയാണ് ഈ ചേട്ടനും ചേച്ചിന്റെ വീടും. പിന്നെ അതിന്റെ നേരെ ബാക്കിലെ വ്യൂ ഉണ്ടല്ലേ, ചായക്കടയിൽ നേരെ ബാക്കിലെ വ്യൂ അടിപൊളി വ്യൂ ആ. ഇതൊരു മേലെയായിട്ടാണ് അവരൊരു സെറ്റ് ചെയ്തിരിക്കുന്നത് കട. ഇപ്പൊ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മള് കൊടനാട് വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ഇപ്പൊ പോണ വഴിയിലുള്ള കാഴ്ചയാണ് കേട്ടോ അത്. പോണ വഴി മുഴുവൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. മലയുടെ മേലെ ചെറിയ ചെറിയ കാടായിട്ട്
രാവിലെ നല്ല തണുപ്പാണ് കേട്ടോ. സമയം ഇപ്പൊ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടാവും, 8:30 ആയിട്ടുണ്ടാവും. റോഡ് നല്ല റോഡാട്ടോ ഇവിടേക്കുള്ളത്. നല്ല റോഡാണ്, ഒരു വണ്ടികളും ഇല്ല, നല്ല സ്വസ്ഥമായിട്ട് പോവാ. കൊടനാട് എന്ന് പറയുന്നത് ഈ എസ്റ്റേറ്റ്, കൊടനാട് എസ്റ്റേറ്റ് നമ്മളെ മുൻ മുഖ്യമന്ത്രി ജയലളിത അല്ല, തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത തന്നെയാണ്. ഇതെല്ലാം കൊടനാട് പ്ലാന്റേഷന്റെ ഭാഗമായി വരുന്ന സ്ഥലങ്ങളാ. നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടാണ്, നല്ല റോഡ്. ഇതിപ്പോ തമിഴ്നാട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് തോന്നുന്നു, അന്നപ്പോ വേറെ അവകാശികളൊന്നും ഇല്ലല്ലോ. ആ ദൂരെ കാണുന്നില്ല, അത് തേയിലത്തോട്ടിലെ ജോലിക്കാർ നിൽക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് മൊത്തം ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഇത്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എന്താണ് തേയിലത്തോട്ടമാണ് ഇത്. ടീ എസ്റ്റേറ്റ് ആണ് കൊടനാട് ടീ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൊടനാട് വ്യൂ പോയിന്റ് അടുത്തെത്തി. അതിനുള്ള സൈൻ ബോർഡ് ഉണ്ടതാ, ടൈഗറിന്റെ സൈൻ ബോർഡ്. നേരെ കാണുന്നതാണ് കൊടനാട് വ്യൂ പോയിന്റ് ബോർഡ്, കൊടനാട് വ്യൂ പോയിന്റ്. ഇവിടെ നിർത്തി നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാനുണ്ട്. നല്ല ടിക്കറ്റ് കൗണ്ടറാ. രാവിലെ തന്നെ ഞങ്ങൾ തന്നെയാ വന്നതാണ്. നല്ലൊരു മരം സെൻട്രലായിട്ട്. ഇതുവരെ കേട്ടോ കൊടനാട് ബസ് വരുന്നത്, ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇതുവരെ ലാസ്റ്റ് ബസ്. ഇവിടുന്ന് തിരിച്ചു പോവാ വ്യൂ പോയിന്റ്, ഇവിടുന്ന് തിരിച്ചു പോവാ. ഇവിടെ താഴേക്കാണ് വ്യൂ പോയിന്റ്, നേരെ താഴോട്ടേക്ക് ഇറങ്ങാം. ഇവിടെ നല്ല വൃത്തിയാണ് കേട്ടോ, എല്ലാ സ്ഥലങ്ങളും. നല്ല ടൈലൊക്കെ വെച്ചിട്ടുള്ള സ്റ്റെപ്പാ. വേറൊരു ഫാമിലി ഉണ്ട്, ഞങ്ങൾ എത്തുന്നതിന് മുന്നേ എത്തിയിട്ടുണ്ട് അവിടെ. പിള്ളേർ ഇരുന്നിട്ട് നിരങ്ങി കളിക്കുന്നതാ. ഓ എന്താ ഭംഗിയുള്ള സ്ഥലം. വ്യൂ പോയിന്റിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ടാണ്ടല്ലേ. ആ ചെറിയ മോളും അവിടെ ഇരുന്നാണ് നിരങ്ങി കളിക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. വേറെ ഫാമിലീസ് ഉണ്ട് അവിടെ താഴെ. മരം കണ്ട, ഒരു ഇല പോലും ഇല്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ട് നമ്മളെ ഈ വ്യൂ പോയിന്റ് കാണാൻ. നല്ല ക്ലിയർ ആയി കാണുന്നുണ്ട്. ഇതിന് മുന്നേ വന്ന് നല്ല കോടമഞ്ഞ് നിറഞ്ഞിട്ട് താഴേക്ക് മലയൊന്നും കാണുന്നില്ലായിരുന്നു. ഇപ്പൊ ശരിക്കും നല്ല ക്ലൈമറ്റ് ആയിട്ട് നല്ല എല്ലാം തെളിഞ്ഞ് കാണുന്നുണ്ട്. അതുകൊണ്ട് ദൂരെ താഴത്തേക്ക് സൂം ചെയ്ത് ഗ്രാമം കാണാം. കുറച്ച് വീടുകളൊക്കെ കണ്ടില്ല അതാ താഴെ. അത് ചെറിയ ഏതോ ഒരു ഗ്രാമമാണ്. വീടുകൾ കണ്ട ഫുൾ അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ. സജിനത് താഴോട്ട് നോക്കി നിൽക്കുന്നത്. ആ ദൂരെ മലയിലൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? നേരിയ നാരുപോലെ വെള്ളം വരുന്ന എത്രയോ ദൂരെയാണ് അത് വരുന്നത്. മലയിലെ ചെറിയൊരു വെള്ളച്ചാട്ടം. അത് കാടാണത്, ഒരു ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് വരുന്ന വെള്ളച്ചാട്ടമാണത്.
ദൂരെ ആ മലകൾ കണ്ടോ, അടുക്കി അടുക്കി വെച്ച പോലെ മലകള്. നമ്മളിതാ അവിടുന്ന് ഇറങ്ങി നേരത്തെ സൈൻ ബോർഡ് കണ്ട സ്ഥലത്തെത്തി. ആ തേയിലത്തോട്ടത്തിലല്ല നിറച്ചും കാട്ടുകള്, നല്ല ഭംഗിയുണ്ടല്ലേ ആ മലയിലെ മുകളിലെ തേയിലത്തോട്ടം. 4 ബടാ കാട്ടികളാ, കാട്ടുപോത്തുകൾ നിരന്ന് നിൽക്കുന്നു. അവിടെ വേലിയുണ്ട് കേട്ടോ, കമ്പി വേലിയുണ്ട്. ആ ധൈര്യത്തിൽ അവിടെ അടുത്ത് നിൽക്കുന്നത്. അതാ വമ്പൻ കാട്ടി. എന്താല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ കാട്ടുപോത്തിനെ കാണാൻ. ഓ, എന്തോ ദേഷ്യത്തോടെ നോക്കണ്ട. ആ കമ്പ്യൂരിന്റെ ധൈര്യത്തിലാണ് ഞാൻ അതിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വരില്ല എന്നുള്ള ധൈര്യത്തില്. ഓ, അവിടെ തിരിച്ചങ്ങോട്ട് പോയി. കുറച്ചു നേരം ഫോട്ടോന് പോസ് ചെയ്ത് ആളെ തിരിച്ചുപോയി. കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരാളൂടെ വരുന്നുണ്ട് കേട്ടോ. ആ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരാളൂടെ എഴുതി നോക്കുന്ന മൂപ്പര് ഫോട്ടോന് പോസ് ചെയ്യാൻ വേണ്ടി വന്നാന്ന് തോന്നുന്നത്. അയ്യോ, ഓടിപ്പോയി. ആ കാട്ടികളോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങളിതാ വീണ്ടും തിരിച്ചു പോവാണ് കൊടനാട് പ്ലാന്റേഷന്റെ നടുവിലുള്ള റോഡിലൂടെ. നല്ല ഭംഗിയുള്ള റോഡ്. ഇത് മൊത്തം കൊടനാട് പ്ലാന്റേഷൻ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ്. 2 സൈഡും തേയിലത്തോട്ടാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ കാര്യം ശ്രദ്ധിച്ചില്ലേ, ഞങ്ങൾ പോണ വഴിക്കുന്ന വലിയ വണ്ടിയും കാണുന്നില്ല. ഒരു വണ്ടിയാണ് നിർത്തിയിട്ടേ കൂടാതെ ഈ റോഡിന്റെ മുകളിലൊന്നും ഒരു വണ്ടിയും കാണുന്നില്ല. നല്ല സ്വസ്ഥമായിട്ട് പോവാ. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ജയലളിതയുടെ ആ ബംഗ്ലാവില്ല, വലിയ ബംഗ്ലാവാണത്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ആ വേലിയുടെ ഉള്ളിലാണ് ആ ബംഗ്ലാവ് വരുന്നത്. അപ്പം അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, പെർമിഷൻ ഇല്ല. അത് അതിൻ്റെ ഗേറ്റാണ്, ഒരു ഗേറ്റാണ് ആ കാണുന്നത്. ഇത് വേറൊരു ഗേറ്റ്. കുറേ ഗേറ്റുകളുണ്ട് അതിനുള്ളിൽ പോകാനുള്ളത്. ഒരു സ്ഥലത്ത് ഉള്ളോട്ട് അലൗഡ് അല്ല. ഉള്ളിൽ കാണുന്ന ബംഗ്ലാവ് നമുക്ക് കാണുന്നില്ല, ഉള്ളോട്ടേക്കാണ്, ശരിക്കും കാണില്ല. ആ മരത്തിൻ്റെ ഉള്ളിലായിട്ട് ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ്, കൊടനാട് എസ്റ്റേറ്റ്. ഇതിൻ്റെ ഉള്ളിലാണ് ആ ബംഗ്ലാവ് വരുന്നത്. ഇവിടുന്നൊരു സെക്യൂരിറ്റി ആരെയും കാണുന്നില്ല, ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട്. ഉള്ളോട്ട് കണ്ടില്ല, ഉള്ളോട്ട് അതിൻ്റെ ഒരു മതിലൊക്കെ കാണുന്നത്. ആ ഉള്ളിൽ കാണുന്നതാണ് ബംഗ്ലാവ്. അത് ശരിക്കും കാണുന്നില്ല നമുക്ക് അവിടെ തെളിഞ്ഞിട്ട്. ഉള്ളു മരങ്ങളായതുകൊണ്ട് ഉള്ളോട്ട് കയറാനൊന്നും അലൗഡ് ഇല്ല അവിടെ. അവിടെ നിന്ന് നോക്കി പുറത്തേക്ക് നോക്കി തിരിച്ചു പോവാ. അതിന്റെ വേറൊരു മെയിൻ ഗേറ്റ് ആണത്. അതിനുള്ളിലേക്ക് പല ഭാഗത്തായിട്ട് ഗേറ്റുകൾ ഉണ്ട് അതിനുള്ളിലേക്കുള്ള. അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. വീഡിയോ അലോഡല്ല, നിങ്ങൾ കുളവല്ല. അങ്ങനെ തിരിച്ചു വീണ്ടും പോവാം. എന്തായാലും ഭംഗിയുള്ള തേയിലത്തോട്ടം. யாரோ பெருந்திரளினிலே ஏடே நான் என்பதை வீசி எழுந்தேனே. மனமே தான் என்பது போகும் பெருங்கணத்தினிலே கூவி வாவென்றொரு வாழ்க்கை சிறு குரலாய் அருளாய் பேச போகாதொரு ஆழம் தேடி நீந்தி நீந்தி மூழ்கி போவேன். வாழாதொரு வாழ்வை தீண்டி தெளி 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 தெளிவில் பூப்பேன். காணாதொரு வெளிச்சத்தில் என்னை நானே அட முழுதாய் பார்ப்பேன். வீழாதொரு நிலையினிலே அடவித்தேறி சத்தேறி சித்தேறி விதப்பேன். நாள் என்பது மெய்ஞான போதம். இப்போதில் 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 எல்லாம் போல் என்பது பகட்டு வானமே. இப்போதில் இப்போதில் இப்போதில்
എന്താണല്ലേ ഭംഗിയുള്ള സ്ഥലം. സജിനാട്ടോ വണ്ടി ഓടിച്ചിരുന്നത്, വണ്ടി ആയിരിക്കുന്നത് കണ്ടില്ല അവിടെ. ഞാൻ ബാക്കിലിരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. ഞങ്ങൾ കുടനാടിലെ കാഴ്ചകളൊക്കെ കണ്ടു. കുടനാടിനോട് ബായ് പറഞ്ഞു. നേരെ തിരിച്ച് ഞങ്ങൾ കുക്കൽത്തുറൈ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവിടേക്ക് പോണ കുക്കൽത്തുറയിലേക്ക് പോകുമ്പോഴുള്ള ആ റോഡത്. ആ റോഡും സൈഡിലുള്ള ഭംഗിയുള്ള വ്യൂകളൊക്കെ. കുക്കൽത്തുറ എന്ന് പറയുന്നത് ഒരു ഫുള്ള് കൃഷി ഗ്രാമമാണ്. മുഴുവൻ ഒരു 5000 ഏക്കറിലെ മേലെ മുഴുവൻ കൃഷിയാണ് അവിടെ. നമ്മളെ നാട്ടിലേക്കൊക്കെ പല രീതിയിലുള്ള പച്ചക്കറികൾ അവിടുന്ന് വരുന്നത്. വീടുകളെ കണ്ടതാ. നമ്മളിപ്പോ അവിടുത്തെ ഒരു തോട്ടത്തിലെത്തിയ കുക്കിൽത്തറയിലെ ഒരു തോട്ടമാണത്. ഇവിടെ കണ്ടില്ലത് കേബേജ് ആണ്. വയലറ്റ് കേബേജ് ഇല്ലേ, വയലറ്റ് കേബേജ്. അതേമാതിരി ചൈനീസ് കേബേജ് വിളവെടുപ്പ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളിപ്പോ വരുമ്പോ അവര് പറിച്ച് കൊണ്ടുപോവാണത്. ഇത് റെഡ് ലെറ്റിസ് എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇത് നമ്മളെ ബ്രൊക്കോളി ഉണ്ടല്ലേ, ബ്രൊക്കോളിയുടെ ചെടിയാ. അതിൽ ആയി വരുന്നുള്ളത്. ഇവിടെ ചേച്ചിമാരിതാ ഇവിടെ ക്യാരറ്റിന്റെ വിളവെടുപ്പുണ്ട്. ക്യാരറ്റ് പറിച്ച് ചാക്കിലാക്കുക. എല്ലാം ഒരു തോട്ടത്തിലെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൃഷി. ഒരു സൈഡിൽ ക്യാരറ്റ്, ഒരു സൈഡിൽ കാബേജ്, ഒരു സൈഡിൽ ബ്രൊക്കോളി. നല്ല ഫ്രഷ് ക്യാരറ്റ് അതാ പറിച്ച് ചാക്കിലാക്കണ. ഇത് പല ആളുകളും ഇവിടെ ഡയറക്റ്റ് വന്ന് വണ്ടി വന്ന് ഇവിടുന്ന് തോട്ടത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ മണ്ടികളും ഉണ്ട്. ഇത് വയലറ്റ് കാബേജ്. ഇത് സൈഡില് അല്ല, വയലറ്റ് കാബേജ് ഉണ്ടായി നിൽക്കണ വയലറ്റ് കാബേജ്. ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ഇവിടുത്തെ അത് കുറച്ച് വലിയ ചെടി, അതിന്റെ തൊട്ടടുത്ത് ചെടി വെളുത്തുള്ളിയുടെ ചെടി. ഇവിടുത്തെ വെളുത്തുള്ളി നല്ല ക്വാളിറ്റിയുള്ള വെളുത്തുള്ളിയാണ്. അതിനനുസരിച്ച് നല്ല വിലയുണ്ട് ഇവിടുത്തെ വെളുത്തുള്ളിക്ക്. നമ്മൾ ആ കോട്ടയത്തിലെ ചേട്ടൻ പറഞ്ഞ 800 രൂപ വരെ ആയിരുന്നു കഴിഞ്ഞ ഈ സീസണിലും പോലെ ഇവിടെ വെളുത്തുള്ളിയുടെ വില. ഇത് റെഡ് ലെറ്റിസ് എന്ന് പറഞ്ഞ ഇല, അതിന്റെ തൊട്ടപ്പുറത്ത് ഗ്രീൻ ലെറ്റിസ് എന്ന് പറഞ്ഞ ഇലയാണിത്. ഒരു ചെടി. ഇത് നമ്മളെ ബർഗറൊക്കെ ഇല്ലേ, ബർഗറിലേക്ക് യൂസ് ചെയ്യുന്ന ഇലകളാണിത്. നമ്മളെ നാട്ടിലൊക്കെ എത്തി നല്ല വിലയാണ് കേട്ടോ അതിന്. മൊത്തം കണ്ട, മൊത്തം മലയുടെ മേലെ മുഴുവൻ കൃഷിയാണത്. പല രീതിയിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതാണ്. മൊത്തമായിട്ടുള്ള ഏരിയ മുഴുവൻ കൃഷിയാണ്. ഇതിപ്പോ ഫ്രണ്ട് കാണുന്നത് ഒരു കൃഷി കഴിഞ്ഞാൽ അടുത്തതാ ചെടി നട്ടു കിട്ടുക, ചെറിയ ചെടികൾ. ദൂരെ കുറെ കൂടാരം പോലെ പന്തലിട്ട പോലെ കാണുന്നില്ല. അതെന്താ സംഭവിച്ചാല് നമ്മളെ ഈ ഇതിന്റെ വിത്ത് ഭാഗിയിട്ട് ചെറിയ ചെടികൾ തൈകൾ ഉണ്ടാക്കുന്നതാണത്. സൂര്യപ്രകാശം ഡയറക്റ്റ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ട്, ഇതൊരു വള്ളി കാട് പിടിച്ച് കിടക്കുന്നുണ്ടാന്ന് നോക്കിയത്. സംഭവം എന്താ വെച്ചാല് നമ്മുടെ നാട്ടിലെ കണ്ടില്ല ഒരു ഉണ്ട പോലത്തെ ചൗച്ചോ എന്ന് പറഞ്ഞ സാധനം, അതാണിത് ഉള്ളത്. അതിലുണ്ടായി നിൽക്കാനല്ല ചൗച്ചോ. നിലത്തൊക്കെ അതാ കുറെ വീണ് കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലിങ്ങനെ ഉപ്പിൽ മറ്റേ ഭരണിയിൽ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചേ കാണാം കടകളിൽ. ഇതുണ്ട്, മൊത്തം കൃഷിസ്ഥലാണിത്. മുഴുവൻ ആ കാണുന്ന മലയുടെ ഏകദേശം മേലെ വരെയും താഴ്വാരവും മുഴുവൻ കൃഷിയാണ്.
ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന സമയത്ത് ഒരു വണ്ടിയിൽ നമ്മളെ ലുലു മാളില്ലേ, ലുലു മാളിൽ നിന്ന് ഡയറക്റ്റ് തിരുവനന്തപുരം ലുലു മാളിൽ നിന്ന് വന്നാണ് വലിയ വണ്ടിയായിട്ട്. എന്നിട്ട് അവർ ഇവിടുന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് പോവുക അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക്. നമ്മളെ കുക്കൽത്തുറയോടും ബൈ പറഞ്ഞു തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പം ഈ തിരിച്ച് ഊട്ടിക്ക് പോവാണ്. ഏകദേശം സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം 1 മണി കഴിഞ്ഞു. ഈ പോണ വഴികളൊക്കെ ഒരു ഔട്ടർ ഏരിയ ആയതുകൊണ്ട്, ടൗണിൽ നിന്നെല്ലാം വിട്ടിട്ടുള്ള ഗ്രാമങ്ങളായതുകൊണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖം. അതായത് ട്രാഫിക് ഇല്ല, തീരെ തിരക്കില്ല. അതായത് ഈ പോണ വഴിയിൽ 2 സൈഡിലും നല്ല കാണാനുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണുന്നവരെ ബൈ.